ഞാൻ മഞ്ജു, മഹിമയുടെ ചേച്ചി. വെറുതെ അല്ല, മഹിമയുടെ അതേ ഗ്ലാമറാ മഞ്ജു അല്ലേ ഗോപാൽജി? അല്ല, എന്താ മഞ്ജുവിന് വേണ്ടത്? സർ, ഇയാളെ പോലുള്ളവര് പറയുന്ന കേട്ട് മഹിമയെ ഉപദ്രവിക്കരുത്. അല്ല, ഞാനെന്തിനാ ഇയാള് പറയുന്നത് കേൾക്കുന്നത്? അയ്യോ, അപ്പൊ ഞാനൊരു കൈക്കൂലിക്കാരനാണെന്നാണോ മഞ്ജു പറയുന്നത്? അയ്യോ, അങ്ങനെയല്ല സർ. പിന്നെങ്ങനെയാ? മഹിമ നിരപരാധിയാ. ചെയ്യാത്ത കുറ്റത്തിനാ അവള് ജയിലിൽ കിടക്കുന്നത്. അത് ശരി. അയ്യോ, അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ. അതിന് സാറെന്ത് ചെയ്യാനാ? അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതേ സാറല്ലല്ലോ, നീ തന്നെയല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് സ്വന്തം അനുജത്തിയെ അറസ്റ്റ് ചെയ്ത് താൻ ജയിലിലാക്കിയോ? എന്നതാ മോളെ കേൾക്കുന്നത്? എന്താ തന്റെ തലയ്ക്കോളമുണ്ടോ? സ്വന്തം അനുജത്തിയെ കള്ളക്കേസിൽ കുടുക്കിയ താനാണോ അവൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ വരുന്നത്? തനിക്ക് കുറച്ചൊക്കെ അന്തസ്സുണ്ടോ, ഉളുപ്പുണ്ടോ? മെഡിസിന് പഠിക്കുന്ന ഒരു പാവം കൊച്ചിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയിട്ട് താൻ എന്തുവാടോ നേടിയത്? ശത്രുക്കളോടാണെങ്കിൽ പോട്ടെന്ന് വെക്കാം, ഇത് സ്വന്തം സഹോദരിയോട് തനിക്കൊരു മനസാക്ഷിയില്ലോടൂ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവൾക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നു. ഇതിനെയൊക്കെ വളർത്തദോഷം നല്ലത് എന്ത് പറയാനാ? ഇവിടെ തന്തേ പോലീസായിരുന്നു. അയാള് തട്ടിപ്പോയതുകൊണ്ടാ ഇവക്ക് ഈ ജോലി കിട്ടിയത്. അതെനിക്കും തോന്നി. അല്ലാതെ കഴിവുകൊണ്ടൊന്നും മഞ്ജുവിനെ ആരും പോലീസിലെടുക്കൂല. ഇവളുടെ തന്ത വലിയ സത്യസന്ധനായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? മക്കളെ വളർത്താൻ അറിയില്ലായിരുന്നു. എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാ താനെന്ത് ചെയ്യും? ഇതെന്റെ ഓഫീസാ. ഇവിടെ കിടന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ വിവരം അറിയും. പിന്നെ താൻ നല്ല അച്ഛന് ജനിച്ചതാണെന്ന് തെളിയിക്കണമെങ്കിൽ തന്റെ അനുജത്തി നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് ഈ ജയിലിൽ ഇറക്കിക്കൊണ്ട് പോയിക്കോ. അതിനല്ലാതെ തന്നെ ഇനി ഈ ഓഫീസിൽ കണ്ടാൽ ഞാനിത്ര മാന്യമായി പെരുമാറിയെന്ന് വരില്ല. തൽക്കാലം മഞ്ജു പോവച്ചേ. ഇയാളോട് ഞാൻ പ്രതികരിച്ച അതിന്റെ ദേഷ്യം മഹിമയോട് തീർക്കും. അത് വേണ്ട. എന്താ ഇവിടുന്ന് പോകാൻ താല്പര്യമില്ലേ? സർ, അവക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ട്. എന്നോടാണ് അവളുടെ കളി. എന്തൊക്കെ പറഞ്ഞാലും അവള് കാണാൻ നല്ല ലുക്കാ. മഹിമ മോളെ, നീ ഒന്നേ. നിന്റെ ചേച്ചി ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. നിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന അഭ്യർത്ഥനയുമായി. എന്റെ ജയിൽ എങ്ങനെ നടത്തണമെന്ന് അവളാണ് തീരുമാനിക്കേണ്ടത്. അവളൊരു പോലീസുകാരി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ അടുത്ത് ശുപാർശയായിട്ട് വരുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ടേ? വേണ്ടേ? അതുകൊണ്ട് മഞ്ജു ചെയ്ത തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിക്കണം. വേണ്ടേ? ഒരു കാര്യം ചെയ്, 2 കൈയും പൊക്കി പിടിച്ചിട്ട് ഇവിടെ ഒരു 100 റൗണ്ട് ഓട്. എങ്ങാനും തളർന്നു വീണാൽ വീണ്ടും ആദ്യം മുതൽ ഓടണം. എന്നാ നോക്കി നിൽക്കാതെ വേഗം തുടങ്ങിക്കോ. ചെല്ല്.
സൂപ്രണ്ടാണെന്ന് കരുതി തനിക്ക് എന്തും ചെയ്യാനാണോ വിചാരം? ഇത് നിയമവും കോടതിയൊക്കെയുള്ള സ്ഥലമാ. താൻ ആരാണെങ്കിലും റൂൾസ് പാലിച്ചേ പറ്റൂ. ഇങ്ങനെ അന്തേവാസികളുടെ വീഡിയോ എടുത്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് കരുതരുത്. എപ്പോഴാണ് ചോദിക്കാനും പറയാനും ഒരാള് വരുന്നതെന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. താനാണല്ലോ ഈ ജയിലിലെ നേതാവ് അല്ലേ? അപ്പോ തന്നിൽ നിന്ന് തുടങ്ങുന്നത് തന്നെയാണ് അതിന്റെ ഒരു ഐശ്വര്യം അല്ലേ? സ്മിതേ, ഇവിടെ തൂക്കിയെടുത്ത് സോൾട്ട് സെല്ലിട്. നാളെ രാവിലെ വരെ ഇവൾ അവിടെ തന്നെ കിടക്കണം. ഇവളുടെ ഉള്ളിലെ പ്രതികരണ ശേഷിയെല്ലാം ചോർന്നിട്ടേ പുറത്തിറക്കിയാ മതി. ഒരു തുള്ളി വെള്ളം പോലും ആരും ഇവൾക്ക് കൊടുത്തു പോകരുത്. സെല്ലിൽ നിന്ന് എന്തെങ്കിലും ഒച്ച വെച്ച ലാത്തി ഉണ്ടല്ലോ കയ്യില്, അത് ഒടിയുന്നത് വരെ തല്ലണം ഇവളെ. ഇവളെ കൊണ്ടുപോ. യെസ് മാഡം. വാടി ഇവിടെ വരാൻ. നടക്കടി അങ്ങോട്ട്. വരാൻ. നടക്കടി അങ്ങോട്ട്. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് പുറത്തെ പോലെ അകത്തും ജനാധിപത്യമാണെന്ന്. അതിവിടെ നടക്കില്ല. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഏകാധിപത്യമാണ്. ഞാനാണ് ഏകാധിപതി. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. എൻ്റെ അടുത്ത് നേതാവ് കളിക്കാനെങ്ങാനും വന്നാ അവളുടെ വിധിയായിരിക്കും എല്ലാവർക്കും. അതെല്ലാവരും ഓർക്കുന്നത് നല്ലത്. പോയി പണി നോക്ക്. അയ്യോ മോളെ, നീ ഓട്ടം നിർത്തിയോ? ഇനിയിപ്പോ ആദ്യം മോന് തുടങ്ങണ്ടേ? ആ സ്മിതേ, മഹിമക്കുട്ടി കൃത്യം 100 റൗണ്ട് ഓടിയെന്ന് ഉറപ്പിക്കണം. അത് ഇതിൽ നീ വീഡിയോ എടുത്തു വെച്ചാ മതി. ഞാൻ വന്ന് എണിക്കോളാം. ഓക്കെ സർ. അക്കമ്മ സോൾട്ടറി സെല്ലിലായ സ്ഥിതിക്ക് ഇന്ന് മഹിമ സെല്ലിൽ എത്തിക്കഴിഞ്ഞ അവൾ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? അതെ. ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടല്ലേ സാർ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ നിൽക്കുക.